ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്മൈൽ വിത്ത് ജോ. ഇന്ന് ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അമ്മ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ കുക്കുവടയും പരിപ്പ് വടയുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. മാത്രമല്ല അടുത്തിരിക്കുന്ന ബെൽ ബട്ടണും കൂടി അമർത്തിയാലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പ് വടയാണ്. വടപ്പരിപ്പ് ഇവിടെ എടുത്തേക്കുന്നത് 1/2 kg എന്നുള്ള അളവിലാണ്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് കുതിർന്ന ശേഷം ഇതേപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സവോളയാണ്. ഒരു 4 സവോളയാണ് കട്ട് ചെയ്ത ശേഷം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 8 പച്ചമുളകാണ്. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് ഒരു പിടി കറിവേപ്പിലയും പിന്നെ അതേ കൈപ്പിടി അളവിൽ തന്നെ മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ കുനുകുനാന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാ ചേരുവയും ആഡ് ചെയ്ത ശേഷം ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഉണ്ടയാക്കി വെക്കുന്നുണ്ട്. കാരണം ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ ഇലയിൽ പരത്തിയിട്ട ശേഷം എണ്ണയിലേക്ക് ഇടാനായിട്ടാണ്. ഇലയിലേക്ക് എണ്ണ തടവി കൊടുത്ത ശേഷമാണ് അതിൻ്റെ മുകളിൽ ഇത് പരത്തിയെടുക്കുന്നത്. എന്നിട്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായ ശേഷം ഇട്ടുകൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ വേവ് അപ്പം എങ്ങനെയാണ് മനസ്സിലാക്കാമോ? അത് എണ്ണയുടെ തിള വറ്റി വരുന്നത് കാണുന്നു. അപ്പോഴാണ് ഉള്ളു വെന്തോടും നമ്മളൊക്കെ അരിക്കുന്നത്. അതെടുത്ത് ഇതാ അപ്പുറത്തേക്ക് മുറിക്കും. പരിപ്പ് വട റെഡിയായി കഴിഞ്ഞു. ഇനി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നതാണ് കുക്കുവട. ഞാൻ ചുമ്മാ ഇട്ടിരിക്കുന്ന പേരാണ് കുക്കുവട. ഇത് ശരിക്കുള്ള പാലക്കാടിലൊക്കെ പറയുന്നത് ചിലയിടങ്ങളിൽ പൊള്ളവട എന്നൊക്കെയാണ്. പക്ഷേ എനിക്ക് കൂടുതലായിട്ട് ഈ എണ്ണയിൽ ഇടുമ്പോൾ അതൊരു ഹുഹു പോലെയൊക്കെ വരുന്നതുകൊണ്ട് ഞാനിത് ഹുഹു ഇടാന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവ് ഞാൻ പറയാം. 2.5 ഗ്ലാസ് പുഴുങ്ങലരിയും 3 കൈപ്പിടി സാമ്പാറിന് ഉപയോഗിക്കുന്ന പരിപ്പും പിന്നെ നാളികേരം 2 മുറി അതാണ് ഇതിൽ ആഡ് ചെയ്തേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി മിക്സിയിൽ ഒട്ടും വെള്ളമില്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ഇലയിൽ ഇതേപോലെ സെയിം പ്രോസസ്സാണ്. എണ്ണ തടവി കൊടുത്ത ശേഷം ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വെന്ത് വരുന്ന സമയത്ത് പൊള്ളച്ച് വരുന്നതായിട്ട് കാണാം. ഇപ്പോൾ ചിലവർക്ക് കുറച്ചുകൂടെ സ്പൈസി ആയിട്ടൊക്കെ ഇരിക്കണമെന്ന് ഇഷ്ടമുള്ളവർക്ക് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ അരിക്കുന്ന സമയത്ത്. പിന്നെ ഈ അരിക്കുന്നതിൻ്റെ കൂടെ ചെറുള്ളിയും കൂടി ആഡ് ചെയ്ത് അരിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മളിവിടെ ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഇത് അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇത് കുറച്ചൊരു തരിതരിപ്പുള്ള പോലെ വേണം അരച്ചെടുക്കാനായിട്ട്. ഒരുപാട് മയപ്പെടുന്ന രീതിയിൽ അരച്ചെടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഹുഹു വടയും റെഡിയായി കഴിഞ്ഞു. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കഴിച്ച് നോക്കട്ടെ. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.